തീർച്ചയായിട്ടും തന്നെ ഒരു സാധാരണക്കാരന്റെ ജീവിതാവസ്ഥകളെ അത് നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് അവനോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന നടനെ വേറിട്ട് നിർത്തുന്നത്. ഈ വടക്ക് നോക്കി യന്ത്രം എന്നുള്ള ചിത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം തളത്തിൽ ദിനേശൻ ഭാര്യയോടുള്ള അമിത സ്നേഹമുണ്ട്. അതിനിടയിൽ സ്വന്തം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതിന് ഇടയിൽ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവസാനം മനോരോഗ ആശുപത്രിയിലേക്ക് എത്തുന്നതൊക്കെ ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അധികം ആരും കൈവച്ചിട്ടില്ലാത്ത അത്തരം വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു മലയാളി അന്നത്തെ സാമൂഹിക ചുറ്റുപാടുകൾ ഏതൊരു മലയാളിയും അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയൊക്കെ അങ്ങനെ സ്ക്രീനിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ശ്രീനിവാസൻ എന്നൊരു നടന്റെ വിജയം. അതെ അതെ ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഇപ്പം മലയാളത്തിന്റെ ഒരു സ്ക്രീൻ റൈറ്റിംഗിന്റെ ഒരു രാജാവായിട്ടാണ് നമ്മൾ KG ജോർജിനെ കാണുന്നത്. അപ്പോൾ KG ജോർജിന്റെ സിനിമകളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തുടക്കകാലങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം KG ജോർജിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള പല രീതിയിലും സ്വാധീനിക്കപ്പെടും. ഇപ്പൊ സിനിമാ ലോകത്തേക്ക് അത് വേറൊരു ലോകം തന്നെയാണല്ലോ ആ അതിപ്പം ഏത് കാലത്താണെങ്കിലും അതൊരു വേറെ ലോകമാണ്. അപ്പം അവിടേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെയായിരിക്കും ശ്രീനിവാസൻ അവിടെ സർവൈവ് ചെയ്തത് എന്നതിന്റെ ഏറ്റവും ബെസ്റ്റ്, അതായത് ഇത്ര കാലം ആ സിനിമയിൽ നിൽക്കാൻ സാധിച്ചതിന്റെ ആ ഒരു എനർജി വന്നത് എവിടെ നിന്ന് ആലോചിക്കുമ്പോൾ പോലും നമുക്കത് മനസ്സിലാവും. കാരണം KG ജോർജിനെ പോലെയുള്ള സംവിധായകരിൽ നിന്നാണ് ഈ സിനിമയുടെ ബാലപാഠങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. അപ്പം അതിനുശേഷം അദ്ദേഹം എത്തിച്ചേർന്നത് അതിനേക്കാൾ, അതായത് ശ്രീനിവാസനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന പ്രിയദർശൻ എന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ അടുത്തേക്കാണ്. അപ്പം ആ രീതിയിൽ അദ്ദേഹം വന്ന വഴി വളരെ കറക്റ്റായിരുന്നു എന്നുള്ളതാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. ആ വഴിയിൽ വന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പാഠപുസ്തകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ KG ജോർജിനെയൊക്കെ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ഒരാളായി കൂടി ശ്രീനിവാസന് മലയാള സിനിമയിൽ മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹം ചെറിയ ചെറിയ വേഷം, ഇപ്പോൾ പഞ്ചവടി പാലത്തിലും അങ്ങാടിയിലും ഒക്കെ ചെറിയ ചില വേഷങ്ങളിലൊക്കെ ശ്രീനിവാസനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ, നമ്മൾ പറയില്ലേ അവിടെ ഒരു കസേര ഇട്ടിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നൊന്നും കരുതിയിരുന്നതല്ല. അപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അതിലെ എക്സ്പീരിയൻസിലൂടെ അത് അദ്ദേഹം എടുത്തത് ആക്ടിങ്ങിൽ മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല, എന്താണ് മലയാള സിനിമ, ഇല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്താണ്, ആരെയാണ് ആവശ്യം എന്നുള്ളൊരു പഠനം കൂടി അദ്ദേഹം ആ സമയത്ത് നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതിനുശേഷമാണ് അദ്ദേഹത്തിന് എഴുത്തിലേക്ക് വരാൻ സാധിച്ചത്. അതൊരു വലിയ മുന്നേറ്റമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അത്ര ഈസി ആയിട്ട്, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടോ, പക്ഷെ അത്ര ഈസി ആയിട്ട് സിനിമ പിടികിട്ടുക, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഏത്